നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്തരം രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളും അതുപോലെ തന്നെ ലോ ലെവൽ അറ്റാക്കുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജി സുധാകരൻ തികഞ്ഞ മതനിരപേക്ഷവാദിയായിരുന്നു എല്ലാ കാലത്തും. ഇന്നിപ്പോൾ ജി സുധാകരനെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കാനാണ് നമുക്ക് എല്ലായിടത്തും കാണുന്നത്. എന്താണ്? CPM-ൻ്റെ തരംതാണ വർഗീയ നയമാണ്, വർഗീയ പ്രീണന നയമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിഷയം. അത് അമ്പലപ്പുഴയിൽ വ്യക്തമാണ്. ആരുടെ വോട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രി ഈ പ്രസംഗം നടത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ജി സുധാകരൻ ചവറ്റുകൊട്ടയിലാണെന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്വന്തം മുഖം ഒന്ന് കണ്ണാടിയിൽ നോക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയാൻ എനിക്ക് താല്പര്യമുള്ളത്. ചവറ്റുകൊട്ടയിൽ പോകുന്നത് ജി സുധാകരനായിരിക്കില്ല, സാക്ഷാൽ പിണറായി വിജയനായിരിക്കും എന്നാണ്. ചവറ്റുകൊട്ടയിലല്ല പോകാൻ പോകുന്നത്, അതിനേക്കാൾ വലിയ വേസ്റ്റ് കൊട്ടയിലേക്കായിരിക്കും പിണറായി വിജയൻ പോകാൻ പോകുന്നത്. അല്ല, ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ UDF-ന്റെ ടീമും ഇലക്ഷൻ കമ്മീഷനെ നേരിട്ട് കണ്ട് ഇത് സംബന്ധിച്ച് പരാതി കൊടുക്കും. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് 3-ാം നിലയിൽ. അല്ല, അത് അന്വേഷിക്കട്ടെ. ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളാണ്. ഇപ്പോൾ CPM-ന് വിവരം കിട്ടാൻ ഞങ്ങൾക്ക് മാർഗമുണ്ടല്ലോ. അതുകൊണ്ട് കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, ഗൗരവതരമായിട്ടില്ല. അത് ഈ കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തു. അവരാണ് അന്വേഷിക്കേണ്ടത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്വമില്ലേ? വ്യാജ വോട്ടുകൾ ചെയ്യുന്നു എന്നുള്ള ഒരു അറിവ് കിട്ടിയാൽ അത് പരിശോധിക്കാനും മനസ്സിലാക്കാനും അത് തടയാനുമുള്ള ഉത്തരവാദിത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളതാണ്. ഈ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിനെതിരെ വന്ന ആരോപണങ്ങൾക്കെതിരെയായിട്ടാണ് ഇന്നലെ CPM-ന്റെ ഒരു ഫണ്ട് പിരിവുണ്ടായിരുന്നു. അതിലെ പണം എവിടെയെന്നൊക്കെ ചോദിച്ചത്. അവർ ചാനൽ ചർച്ചയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ ഉടൻ തന്നെ CPM അതിൻ്റെ കണക്കുകൾ ഇന്നലെ പുറത്തു വിട്ടിട്ടുണ്ട്. അതുകൊണ്ടല്ല, കോൺഗ്രസിന്റെ കാര്യത്തിൽ എന്താണ് അങ്ങനെ? കോൺഗ്രസിന്റെ കാര്യത്തിൽ കണക്ക് കൃത്യമായിട്ടുണ്ട്. നിങ്ങൾ ഈ കാര്യത്തിലൊക്കെ പറയുന്നത് മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിന്റെ കാര്യത്തിലുള്ള കണക്ക് കൃത്യമായിട്ടുണ്ട്. അത് വയനാട്ടിലെ ജനങ്ങളുടെ മുമ്പിലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലും വെക്കുന്ന ഒരു ബുദ്ധിമുട്ടും കോൺഗ്രസിനില്ല. ഇക്കാര്യത്തിൽ ഇത് നിങ്ങൾ പറയുമ്പം പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ രക്തസാക്ഷി ഫണ്ട് വെട്ടിയ ആളുകളാണ് ഈ വാദം പറയുന്നത്. രക്തസാക്ഷികളുടെ ഫണ്ട് വെട്ടിയവരുടെയാണ് ഈ കാര്യം പറയുന്നത്. ഓരോരാൾ ചോദിക്കുന്നതാണോ നല്ലത്, അല്ല 5 പേര് ഒന്നിച്ച് ചോദിക്കുന്നത്? ഞാൻ എന്തായാലും ഇന്നിപ്പം കൊല്ലത്ത് ചോദ്യം ചോദിച്ച ഒരു മാധ്യമ പ്രവർത്തകനുണ്ടായിരുന്നു. അറിയാമെന്നറിയില്ല. ആ മാധ്യമ പ്രവർത്തകൻ്റെ അനുഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങളിപ്പോൾ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ 5 പേര് ഒന്നിച്ച് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല, ഞാൻ കൂളായിട്ട് ഉത്തരം പറയും. 5 പേരും ചോദിച്ചോ, ഏത് രീതിയിലും ചോദിച്ചോ, മനസ്സിലായില്ലേ? പക്ഷേ കൊല്ലത്തൊരു മാധ്യമ പ്രവർത്തകൻ ചോദ്യം ചോദിച്ചിരുന്നു. അവൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? സൈബർ ഇടങ്ങളിലെ ആക്രമണം മാത്രമല്ല, അവനെ ഭീഷണിപ്പെടുത്തി വിഷയം തന്നെയാണ്. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, ഈ കാര്യത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടെയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ആരുടെ മുമ്പിലും കണക്ക് വെക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. ഇത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഇത് ഞാൻ ചോദിച്ചത്, ഇന്നലെ വന്ന് പുറത്തുവിട്ട മരുന്ന് വിതരണത്തിൽ പോലും കോടികളുടെ അഴിമതി നടത്തിയ ഒരു സർക്കാർ എനിക്ക് ചോദ്യം ചോദിക്കാനില്ലല്ലോ. ചോദിക്കല്ലേ, ആ ചോദ്യമില്ലല്ലോ. ആ ചോദ്യം ചോദിക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നലെ പേരാമ്പ്രയിലൊരു സ്ഥാനാർത്ഥിക്കെതിരെ നടന്ന പ്രചരണം നിങ്ങൾ അത് ചോദ്യമില്ലല്ലോ. വ്യാജ കാഫിർ ഷോട്ട് ഇറക്കിയിട്ട് ഷാഫി പറമ്പിൽ ഒരാൾ പറയടോ മറുപടി ഞാൻ പറഞ്ഞല്ലോ. അതിന് വ്യക്തമായ കണക്കുണ്ട്. ആ കണക്ക് പറയേണ്ടടുത്ത് പറയും എന്ന് തന്നെയാണ് പറഞ്ഞത്. വൈകുന്നതിന് ഒരു വൈകലും ഇല്ല, കൃത്യമായ കണക്കുണ്ടാവും. എന്നെ നിങ്ങളെല്ലാം ബോധ്യപ്പെടുത്തണമെങ്കിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് അവർക്ക് സെൽഫ് ഡിഫൻസിലായ ഒരു പാർട്ടി ഉന്നയിക്കുന്ന ആരോപണത്തെക്കുറിച്ച് നിങ്ങൾ ഈ പറഞ്ഞതിൽ അർത്ഥമുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജനങ്ങളുടെ മുമ്പിൽ പ്രതിക്കൂട്ടിലായി സെൽഫ് ഡിഫൻസിലായ ഒരു പാർട്ടി ഇതുപോലെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ വിഷയം മാറ്റല്ല. പേരാമ്പ്രയിൽ നടന്ന സംഭവം കേരളം സത്യത്തിൽ നാണിപ്പിക്കുന്ന സംഭവമല്ലേ? ഒരു പെൺകുട്ടി സ്ഥാനാർത്ഥിക്കെതിരെ എന്ത് മോശമായിട്ടുള്ള മലീമസമായി ആരാ ചെയ്യുന്നത്? CPM. അത് വർഗീയ പാർട്ടികളും കൂടിയല്ല. CPM പോലുള്ള പാർട്ടി വർഗീയ പാർട്ടികൾ പോലും നാണിക്കുന്ന രീതിയിലുള്ള വർഗീയ പ്രചരണം അഴിച്ചുവിട്ടിട്ടും നിങ്ങൾക്കത് വിഷയമല്ല. നിങ്ങൾക്ക് ഇന്നലെ കേരളത്തിൽ പുറത്തു വന്നിരിക്കുന്ന മരുന്ന് കച്ചവടത്തിലെ ഏറ്റവും വലിയ കൊള്ള അത് നിങ്ങൾക്ക് വിഷയമല്ല.
സർക്കാർ മറുപടി പറയണ്ട, ഞങ്ങളുടെ പാർട്ടി മറുപടി പറയണ്ട, ഞങ്ങളുടെ പാർട്ടി മറുപടി പറയും. പക്ഷേ സർക്കാർ ജനങ്ങളുടെ പൈസ പിരിച്ചിട്ടില്ല, സർക്കാർ നടത്തുന്ന കൊള്ള, ആ കൊള്ളയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഈ വിഷയം ഇത് CPM-ന് വേണ്ടി ചോദ്യമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ കാര്യത്തിൽ വ്യക്തതയോടെ പറയാൻ ആഗ്രഹിക്കുന്നു. വേവലാതി പൂണ്ട് വെപ്രാളം പൂണ്ട് തോൽക്കുന്നു കണ്ടപ്പോൾ ഞാൻ ഇന്നിവിടെ ഉന്നയിച്ച് നിങ്ങളെ കൂടി കാണാൻ ഉദ്ദേശിച്ചത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ക്രമക്കേടിൻ്റെ കാര്യമാണ്. നിങ്ങൾ തന്നെയാണ് കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് കൊണ്ടുവന്നത്. ഇപ്പോൾ 2 പേര് CPM-നെ വെല്ലുവിളിച്ചുകൊണ്ട് മത്സരിക്കുമ്പോൾ, UDF-ൻ്റെ പിന്തുണയോടെ മത്സരിക്കുമ്പോൾ, ആ മണ്ഡലങ്ങളിലടക്കം യഥാർത്ഥ ജനവിധി അട്ടിമറിക്കാൻ വേണ്ടി നടത്തുന്ന വലിയ കൃത്രിമങ്ങൾ, ആ കൃത്രിമങ്ങൾക്കെതിരെ നടപടി വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളോട് ആവശ്യപ്പെട്ടത്. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ കൊള്ളാം, അത്രേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.